ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മൾ നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിലെ 13th ഡേയിലാണ് നമ്മളിത് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്കതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേ 13 ജി കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇന്നും നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. 2 ദിവസം നമ്മൾ അതേപോലെ തന്നെ വീഡിയോ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആയിരുന്നു. ഇതപ്പോൾ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വോയിസ് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്ലൈഡ്സ് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 13 ജി കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നും നമ്മൾക്ക് ഉള്ളത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഡേ 13 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? 1948 ഓഗസ്റ്റ് 9 സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഓക്കെ, എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ചോദ്യം. എന്നാണ്? ഓഗസ്റ്റ് 9, 1948 സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര്? കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര്? ആരാണ് കേസരി എന്ന പത്രം ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ആരാണ്? ബാലഗംഗാധർ തിലകാണ് കേസരി എന്ന പത്രം ആരംഭിച്ച വ്യക്തി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? എവിടെ നിന്നാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ് ചോദ്യം. എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത്. എപ്പോൾ? 1930. ഓക്കെ, 1930 സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത്. ഓക്കെ, ക്ലിയർ? ഈ 4 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? എന്നാണ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ. ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ദണ്ഡി യാത്രയാണ് ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്. ക്ലിയർ? എയ്ത്ത് ക്വസ്റ്റ്യൻ. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര്? അല്ലെങ്കിൽ ആ ഒരു പദവി നൽകിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗാന്ധിജിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയ വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിലെ നമ്മൾ 9th ക്വസ്റ്റ്യനിലാണ് ഇനിയുള്ളത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത്? 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ശിപ്പായി ലഹള എന്നുള്ളതായിരുന്നു 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ബാലഗംഗാധർ തിലകാണ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി? ദേശീയ
സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആരംഭിച്ച വ്യക്തി. ക്ലിയർ? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 13th ക്വസ്റ്റ്യൻ. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? രാം സിംഗ് ഠാക്കൂർ ആണ് ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയ വ്യക്തി. ഓക്കെ, ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? രാം സിംഗ് ഠാക്കൂർ ആണ് ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയ വ്യക്തി. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? അതായത് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ എന്ന പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ആ സർ പദവി ഉപേക്ഷിച്ച വ്യക്തി? രവീന്ദ്രനാഥ് ടാഗോർ ആണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ എന്ന പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ച വ്യക്തി. ഓക്കെ, അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയായി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ലിൻലിത്കോ പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആയിരുന്ന വ്യക്തി. ഓക്കെ, ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആയിരുന്ന വ്യക്തി? ലിൻലിത്കോ പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഓക്കെ, ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത് സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏത് സമരത്തിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നടത്തിയത്. ഓക്കെ, 20th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളത്. ഓക്കെ, ആരുടെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളത്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളത്. ഓക്കെ, 22nd ക്വസ്റ്റ്യൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? അതായത് ഈ കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെയൊരു വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു വാക്കുകൾ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ
വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. 23rd ക്വസ്റ്റ്യൻ. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. ഓക്കെ. 24th ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. ഓക്കെ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യനാണ്. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത്? മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതായിരുന്നു? വാഗൺ ട്രാജഡിയാണ് മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് സംസാരിച്ചു അല്ലെങ്കിൽ എത്ര മിനിറ്റ് പ്രസംഗിച്ചു എന്നാണ് ചോദിക്കുന്നത്. എത്ര മിനിറ്റാണ്? 140 മിനിറ്റാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി പ്രസംഗിച്ചത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ്. ഓഗസ്റ്റ് വിപ്ലവം എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് ക്രാന്തി എന്നുള്ളതെല്ലാം ക്വിറ്റ് ഇന്ത്യ സമരമായി, അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരുകളാണ്. ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് ക്രാന്തി എന്നൊക്കെ ഉള്ളത്. 28th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് പത്രത്തിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ചത്? ഗാന്ധിജിയുടെ ഹരിജൻ എന്ന ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ. ഹരിജൻ എന്ന ഗാന്ധിജിയുടെ ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 29th വണ്ണാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. എന്നായിരുന്നു ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഡിസംബർ 27 1911 എവിടെ വെച്ച്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഓക്കെ. 30th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 13-ലെ 30 ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ. സോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. കാരണം അത് മൊത്തം കാണാതെ അങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കൂടെ ഒന്ന് പഠിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.